ബലാത്സംഗ കേസിൽ ഒളിവിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ അടച്ചിട്ട കോടതി വാദം തുടരുകയാണ്. വിധി ഉടനുണ്ടാകും. ബലാത്സംഗത്തിനും നഗ്നചിത്രമെടുത്ത് ഭീഷണിപ്പെടുത്തിയതിനും തെളിവുണ്ടെന്ന് പ്രോസിക്യൂഷൻ. കുടുംബ പ്രശ്നം മുതലെടുത്തെന്നും വാദം. ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ബന്ധമെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ. ശബ്ദരേഖകളും ദൃശ്യങ്ങളും കോടതി പരിശോധിച്ചു. രാഹുലിനെതിരായ പുതിയ പീഡന പരാതിയും DGP SITക്ക് കൈമാറി. വിവരങ്ങളുമായി ഹരിമോഹനും TV പ്രസാദ് നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഹരിമോഹനിലേക്ക്. ഹരിമോഹൻ, ഇതുവരെ വന്ന വാദങ്ങൾ എന്തൊക്കെയാണ്? സുജയ, അടച്ചിട്ട കോടതി മുറിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് 1.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. വാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൽ ആദ്യം പ്രതിഭാഗത്തിന്റെ വാദം കഴിഞ്ഞു. ഇപ്പോൾ പ്രോസിക്യൂഷന്റെ വാദം തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി പ്രോസിക്യൂഷൻ ഇപ്പോൾ ഉയർത്തുന്നത് രാഹുൽ ഒരു ഘട്ടത്തിലും അന്വേഷണവുമായി സഹകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ഘട്ടത്തിൽ രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിച്ചു കഴിഞ്ഞാൽ രാഹുൽ പുറത്തിറങ്ങി വിഹരിക്കാൻ രാഹുലിന് കഴിയും. ഒപ്പം തന്നെ തെളിവുകൾ നശിപ്പിക്കാൻ രാഹുലിന് കഴിയുമെന്നുള്ളതാണ്. ഇതിനു മുൻപും രാഹുൽ തെളിവുകൾ, അതായത് ഒളിവിൽ പോകുന്നതിന് മുൻപ് രാഹുൽ തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. CCTV മായ്ച്ചതടക്കമുള്ള ചില തെളിവുകൾ നശിപ്പിക്കൽ ശ്രമങ്ങളൊക്കെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൂടാതെ കേസിൽ കൂടുതൽ തെളിവുകൾ ഇനിയും ശേഖരിക്കേണ്ടതുണ്ട്. കാരണം ഇതിൽ CCTV ദൃശ്യങ്ങളടക്കമാണ് ഇനി ശേഖരിക്കേണ്ടതുള്ളത്. കാരണം അത് റിട്രീവ് ചെയ്യാൻ ഇതുവരെ നിലവിൽ സാധിച്ചിട്ടില്ല. അതായത് യുവതി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫ്ളാറ്റിലേക്ക് പോകുന്നതടക്കമുള്ള ചില തെളിവുകൾ, CCTV ദൃശ്യങ്ങളടക്കമുള്ള ചില തെളിവുകൾ അത് ശേഖരിക്കാൻ വേണ്ടി കൂടുതൽ സമയം ആവശ്യമാണ്. അതിന് രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, രാഹുലിനെതിരെ നിരന്തരമായി പരാതികളും ആരോപണങ്ങളും ഉയരുന്നുണ്ട്. അതിന് ചില തെളിവുകൾ കൂടി ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ ഒരു സ്ഥിരം കുറ്റവാളിയായി, ഒരു സ്ഥിരം പ്രശ്നക്കാരനായി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതായത് രാഹുലിന്റെ അഭിഭാഷകൻ നേരത്തെ ഉന്നയിച്ചിരുന്നത് ഇതൊരു ഉഭയസമ്മത പ്രകാരമുള്ള ബന്ധമായിരുന്നു. അതിനകത്ത് ഏതെങ്കിലും നിലയിൽ ശാരീരികമായ ബലപ്രയോഗം നടന്നിട്ടില്ല, ബലാത്സംഗം നടന്നിട്ടില്ല, ഒപ്പം തന്നെ ദേഹോപദ്രവം ഏൽപ്പിച്ചിട്ടില്ല, നിർബന്ധിച്ച മരുന്ന് ഒന്നും തന്നെ കഴിപ്പിച്ചിട്ടില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രതിഭാഗത്തിന്റെ അഭിഭാഷകൻ നേരത്തെ സൂചിപ്പിച്ചത്. പക്ഷേ ഇതൊക്കെ തന്നെ പ്രോസിക്യൂഷൻ കണ്ടിക്കുന്നത് പോലീസ് റിപ്പോർട്ടിൽ പോലീസ് നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ചില തെളിവുകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ്. ആ തെളിവുകൾ എന്ന് പറയുന്നത് ഇതുവരെ നടത്തിയിട്ടുള്ള അന്വേഷണത്തിൽ എല്ലാ കാര്യങ്ങൾക്കും, എല്ലാ ആരോപണങ്ങൾക്കും, അതായത് ബലാത്സംഗം നടന്നതായിട്ടുള്ള 4 തവണയായി 2 ഇടങ്ങളിൽ വെച്ച് ബലാത്സംഗം നടന്നതായിട്ടുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനെ സാധൂകരിക്കുന്ന മെഡിക്കൽ റിപ്പോർട്ട് കയ്യിലുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ മെഡിക്കൽ റിപ്പോർട്ട് അടക്കമുള്ള ഒരു പോലീസ് റിപ്പോർട്ട്, വിശദമായ പോലീസ് അന്വേഷണത്തിന്റെ വിവരങ്ങളാണ് കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. അതായത് യുവതിയുടെ ശരീരത്തിൽ മുറിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ കാലപ്പഴക്കം, അല്ലെങ്കിൽ അതിന്റെ ആ മുറിവുകൾ ഉണ്ടായിട്ടുള്ള കാലയളവ് ഈ ബലാത്സംഗം നടന്നതായിട്ട് കരുതപ്പെടുന്ന കാലയളവിൽ തന്നെയാണ് എന്നുള്ളത് കൂടിയാണ് സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ശബ്ദരേഖ. നമ്മളടക്കം നേരത്തെ പുറത്തുവിട്ട ശബ്ദരേഖ, ആ ശബ്ദരേഖ വളരെ നിർണായകമാണ് ഈ അന്വേഷണത്തിൽ. അതിന്റെ ശാസ്ത്രീയ പരിശോധനാ ഫലം കൂടി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിന്റേതും യുവതിയുടേതുമാണ് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചിരിക്കുന്നു. അത് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവാണ്. അതായത് ഗർഭചിത്രം നടത്താൻ വേണ്ടി രാഹുൽ നിർബന്ധിച്ചിട്ടുണ്ട്. 2 മരുന്നുകൾ കഴിക്കാൻ വേണ്ടി രാഹുൽ നിർബന്ധിച്ചു. ആ മരുന്നുകൾ ജീവൻ പോലും അപകടത്തിലാക്കുന്ന നിലയിലാകുന്ന, അല്ലെങ്കിൽ ജീവൻ പോലും അപകടത്തിലാക്കുന്ന മരുന്നുകളാണ് എന്നുള്ളത് ആരോഗ്യ വിദഗ്ധരുടേതടക്കമുള്ള മൊഴികളുണ്ട്. യുവതിയെ അതിജീവിതയെ ചികിത്സിച്ച ഡോക്ടർമാരുടെ മൊഴികൾ ഇത് സംബന്ധിച്ച് ആധികാരികമായിട്ട് പോലീസിന്റെ പക്കലുണ്ട് എന്നുള്ളതാണ്. അതായത് ആ 2 മരുന്നുകൾ നിലവിൽ യുവതിയെ കഴിപ്പിക്കുന്നതിന് വേറെ ഏതെങ്കിലും ബാഹ്യസമ്മർദ്ദം ഉണ്ടായിട്ടില്ലെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ ഉയർത്തിയിട്ടുള്ള വാദങ്ങളെയാണ് ശബ്ദരേഖ വെച്ചുകൊണ്ട്, വാട്സപ്പ് ചാറ്റുകൾ വെച്ചുകൊണ്ട് യുവതിയുമായിട്ട് നിരന്തരം രാഹുൽ യുവതിയെ നിരന്തരം സമ്മർദ്ദത്തിൽ അടിപ്പെടുത്തുന്ന തരത്തിൽ സംസാരിച്ചതിന്റെ തെളിവുകൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന ആ തെളിവുകൾ ഈ കേസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. ഇതിൽ പ്രോസിക്യൂഷൻ ഉയർത്തുന്ന ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഉയർത്തിയിരിക്കുന്ന വാദമാണ് രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം. അതായത് രാഹുൽ തെളിവുകൾ നശിപ്പിച്ചുകൊണ്ടാണ് ഒളിവിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിച്ച ആ തെളിവുകൾ വീണ്ടെടുക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ രാഹുൽ എവിടെയൊക്കെയാണ്, ചില തെളിവുകൾ രാഹുലിന്റെ കൈവശം തന്നെയുണ്ട്. ആ തെളിവുകൾ നിലവിൽ പ്രതിഭാഗം അഭിഭാഷകനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിലയിലോ പോലീസിന് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ രാഹുലിനെ കസ്റ്റഡിയിൽ ലഭിച്ചുകൊണ്ട് ആ തെളിവ് ശേഖരണം കൂടി നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. നിയമത്തിന്റെ മുന്നിൽ നിന്ന് രാഹുൽ ഒളിച്ചോടുകയാണ് ചെയ്യുന്നത്. അതും തെളിവുകൾ നശിപ്പിച്ചുകൊണ്ട് പോലീസിന് ഒരു തവണ പോലും ബന്ധപ്പെടാൻ ഇതേവരെ സാധിച്ചിട്ടില്ല. അത്രത്തോളം അന്വേഷണവുമായി സഹകരിക്കാത്ത ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പുറത്തിറങ്ങിയാൽ തെളിവുകൾ നശിപ്പിക്കാൻ ഇടയുണ്ട് തുടങ്ങിയ കാര്യങ്ങളടക്കം പ്രോസിക്യൂഷൻ വാദിക്കും.